ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. രാമരാമ യുദ്ധം അനിവാര്യമായിരിക്കുകയാണ്. ലോകത്ത് എല്ലായിടത്തുമുള്ള കർപ്പൂരന്മാരെയും രാക്ഷസരെയും അസുരന്മാരെയും ഒക്കെ രാവണൻ ലങ്കയിലേക്ക് വിളിച്ചു വരുത്തി യുദ്ധം ചെയ്യിപ്പിച്ചുവെങ്കിലും സകലരും ശ്രീരാമദേവനാൽ കൊല്ലപ്പെട്ടു. ലങ്ക ഒരു ശ്മശാന ഭൂമിയായി മാറി. കാരണം ലങ്കയിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത നിലയിൽ ഈ സേനാനികളെ കൊണ്ട്, രാക്ഷസരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവരാണ് വാനരസേനയ്ക്ക് നേരെയും ശ്രീരാമന് നേരെയും ആക്രമിക്കുവാൻ മുന്നോട്ട് വന്നത്. അവരെ എല്ലാമാണ് ശ്രീരാമദേവൻ ഒറ്റയ്ക്ക് തകർത്തത്. ആ സംഭവം മാല്യവാൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് രാവണനുമായി പങ്കുവച്ചത്. സാധാരണ നിലയിൽ മാല്യവാൻ അത്രത്തോളം ദുഃഖിതനായി കാണാറില്ല, നിരാശ ഉണ്ടാവാറ്, പക്ഷേ ദുഃഖിതനായി കാണാറില്ല. വിഭീഷണ നേരെ വലിച്ചെറിഞ്ഞ വേലാണ് ലക്ഷ്മണൻ തടുത്തപ്പോൾ ലക്ഷ്മണൻ ബോധം കെട്ട് വീണത്. ലക്ഷ്മണൻ കൊല്ലപ്പെട്ടു എന്ന നിലയിൽ കണക്കാക്കിക്കൊണ്ടാണ് രാവണൻ കൊട്ടാരത്തിലേക്ക് പോയത്. ഇപ്പം രാവണൻ അവിടെ ചെല്ലുമ്പോൾ മാല്യവാൻ ഏറെ ദുഃഖത്തോടുകൂടി നിൽക്കുകയാണ്. മാല്യവാൻ ആ നിലയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ രാവണൻ ചോദിച്ചു, എന്തുണ്ടായി? മാല്യവൻ്റെ സഹോദരപുത്രനാണല്ലോ പാതാള രാവണൻ. പാതാള രാവണൻ കൊല്ലപ്പെട്ടതും മുഴുവൻ സൈന്യവും നശിപ്പിക്കപ്പെട്ടതും അപ്പോഴാണ് രാവണൻ അറിയുന്നത്. പാതാള രാവണൻ്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് പാതാളത്തിലെ ദേവീക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വജ്രത്തിന്മേലാണ് എന്ന് പാതാളരാവണൻ തന്നെ നേരത്തെ അഹങ്കാരത്തോടുകൂടി രാവണനോട് പറയുന്നത് നമുക്കറിയാം. ആ വജ്രം എടുത്താൽ മാത്രമേ പാതാള രാവണൻ കൊല്ലപ്പെടൂ എന്നും അറിയാം. പക്ഷേ ഈ പാതാള രാവണൻ്റെ ജീവൻ നിലനിൽക്കുന്ന വജ്രം ഹനുമാൻ എടുത്ത് കൊണ്ടുവന്ന് യുദ്ധത്തിനിടയിൽ കടിച്ചു പൊട്ടിച്ചപ്പോഴാണല്ലോ പാതാള രാവണൻ കൊല്ലപ്പെട്ടത്. ഇതാണ് മാല്യവാനെ അത്ഭുതപ്പെടുത്തിയത്. എങ്ങനെ ഈ വിവരം ഹനുമാൻ അറിഞ്ഞു? മാല്യവാൻ രാവണനെ ഉപദേശിക്കാറുണ്ടെങ്കിലും താൻ ഒരു രാക്ഷസനാണ് എന്നും രാക്ഷസ കുലത്തിലെ മുതിർന്ന ആളാണ് എന്ന നിലയിൽ മാല്യവാൻ എപ്പോഴും ഒരു ഭാവമുണ്ട്. ആ മാല്യവാൻ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. അപ്പോൾ തന്നെ രാവണൻ പറഞ്ഞു, നാം യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. രാവണൻ ശിവപൂജ ചെയ്ത് സേനാനായകർ ഒക്കെ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ രഥമൊരുക്കാൻ പറഞ്ഞു. ഏറ്റവും ആകർഷകമായ രീതിയിൽ രഥമൊരുക്കി രാവണൻ യുദ്ധം ചെയ്യുവാനായി
ശേഷിക്കുന്ന മുഴുവൻ സേനയുമായി യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേർന്നു. ശ്രീരാമദേവൻ രാവണനെ നേരിടുവാനായി പടച്ചട്ടയണിഞ്ഞ് തയ്യാറായപ്പോൾ ആകാശത്തു നിന്നും ഒരു സ്വർണ്ണ തേര് വരുന്നുണ്ടായിരുന്നു. ശ്രീരാമദേവൻ യുദ്ധത്തിന് തയ്യാറാകുന്നത് കണ്ടപ്പോൾ ശ്രീപരമേശ്വരൻ ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്രൻ്റെ രഥം ശ്രീരാമദേവൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ തേരാളിയെ മാതലിയാണ് ദേവേന്ദ്രൻ്റെ തേരാളി. മാതലി ആ രഥവും കൊണ്ട് ശ്രീരാമദേവൻ്റെ മുന്നിൽ വന്ന് നിർത്തി നമസ്കരിച്ചു. ശ്രീരാമദേവൻ ആ രഥത്തിലേക്ക് കയറി. രഥം പെട്ടെന്നൊന്ന് ഭൂമിയിൽ താഴ്ന്നു. അപ്പോഴാണ് ദേവന്മാരും മറ്റുള്ളവരും ശ്രീരാമദേവൻ്റെ ഇത്രയും ഭാരമുള്ള ശരീരത്തെയാണല്ലോ ഹനുമാൻ കഴിഞ്ഞ കുറേ സമയം പല യുദ്ധങ്ങളിലും ശ്രീരാമദേവനെ ചുമലിലേറ്റി യുദ്ധം ചെയ്തതെന്ന് പലരും ഓർക്കുകയായിരുന്നു. ആ തേരിൽ കയറിയാണ് ശ്രീരാമദേവൻ യുദ്ധം ചെയ്യുവാനായി മുന്നോട്ട് പോയത്. രാവണൻ ഇങ്ങനെ ഒരു തേരിൽ ശ്രീരാമദേവൻ വരുമ്പോൾ അത്ഭുതപൂർവ്വം നോക്കി, ഇതെങ്ങനെ തേരിൽ വരുന്നു? വാനരും 2 മനുഷ്യരും ഇവിടെ വന്നപ്പോൾ അവർക്കിപ്പം തേരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു തേര്, അതിമനോഹരമായ സുവർണ തേരിൽ ശ്രീരാമദേവൻ യുദ്ധത്തിനെത്തിയിരിക്കുന്നു. രാവണൻ അത് അത്ഭുതമുണ്ടാക്കി. ശ്രദ്ധിച്ചു നോക്കി, ഈ തേരാളി ആരാണ്? രാവണന് മനസ്സിലായി, ദേവേന്ദ്രൻ്റെ തേരാളി മാതലിയാണ്. അപ്പോൾ ദേവേന്ദ്രൻ രാവണനാൽ പരാജയപ്പെട്ട ദേവരാജാവാണ്. അപ്പം ആ ദേവരാജാവ് ശ്രീരാമനെ സഹായിക്കുവാനായി ദേവേന്ദ്രൻ്റെ തേര് കൊടുത്തു വിട്ടതാണ് എന്ന് രാവണന് തോന്നി. വാസ്തവത്തിൽ സംഭവിച്ചത് ശ്രീപരമേശ്വരൻ പറഞ്ഞനുസരിച്ചാണ് ദേവേന്ദ്രൻ ആ രഥം കൊടുത്തുവിട്ടത്. യുദ്ധം ആരംഭിച്ചു. പല നിലകളിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു. രാവണൻ പല ജന്തുക്കളെ സൃഷ്ടിക്കുന്ന നിലയിലുള്ള ആയുധങ്ങൾ, ഉരഗങ്ങൾ, നരികൾ, സിംഹം, പല നിലയിലുള്ള ജന്തുക്കളെ സൃഷ്ടിക്കുന്ന നിലയിലുള്ള ആയുധപ്രയോഗം ആദ്യം നടത്തി. ഇതിനെല്ലാം തന്നെ ശ്രീരാമദേവൻ നശിപ്പിക്കുന്നുണ്ടായിരുന്നു. രാവണൻ്റെ പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ, ബ്രഹ്മദേവനിൽ നിന്ന് കിട്ടിയത്, ശ്രീപരമേശ്വരനിൽ നിന്ന് കിട്ടിയത്, അതുപോലെ പല വിധത്തിൽ ആർജിച്ചിട്ടുള്ള ആയുധങ്ങൾ ഓരോന്നോരോന്നായി ശ്രീരാമദേവനെതിരെ പ്രയോഗിക്കാൻ തുടങ്ങി. എല്ലാം തന്നെ നിഷ്പ്രയാസം ശ്രീരാമദേവൻ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാവണൻ അസുരാസ്ത്രം പ്രയോഗിച്ചു. അസുരാസ്ത്രത്തിലാണ് ഏറ്റവും മോശമായ നിലയിലുള്ള പ്രതിരൂപങ്ങൾ പുറത്തു വന്ന് ആക്രമണം അഴിച്ചുവിടുന്നത്. അതിനെയും നശിപ്പിച്ചു. ആസുരാസ്ത്രം രാവണൻ അയച്ചു. അതിനെ ശ്രീരാമദേവൻ പ്രത്യ അസ്ത്രം കൊണ്ട് നശിപ്പിച്ചു.
പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ, അതുവരെ യുദ്ധരംഗത്ത് കാണാത്ത അസ്ത്രങ്ങൾ, തമസാസ്ത്രം, നാഗാസ്ത്രം പ്രയോഗിച്ചു. നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശ്രീരാമദേവൻ എതിരായി ഗരുഡാസ്ത്രം പ്രയോഗിച്ചു. ഇങ്ങനെ അസ്ത്രവും അതിനെ പ്രതിരോധിക്കുവാനായി മറ്റസ്ത്രങ്ങളുമായി ഇങ്ങനെ പല പല വിധത്തിലുള്ള ഈ യുദ്ധം കാണുവാൻ ആകാശത്ത് ദേവന്മാരും ഗന്ധർവന്മാരും മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ദേവന്മാർ പരസ്പരം പറയുകയാണ്, ഇതുപോലൊരു യുദ്ധം ഇതിനു മുമ്പുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നുള്ള നിലയിൽ. യുദ്ധം കടലിനോട് ഏറ്റുമുട്ടുന്നത് പോലെ, മേഘങ്ങൾ മേഘത്തോട് ഏറ്റുമുട്ടുന്നത് പോലെ, പർവ്വതത്തോട് ഏറ്റുമുട്ടുന്നത് പോലെ, പ്രപഞ്ച ശക്തികൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്നത് പോലെ കടുത്ത യുദ്ധമാണ്. ഒരു നിലയിലും ഒന്നുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള യുദ്ധം. രാവണൻ സർവശക്തിയും എടുത്ത് പോരാടുകയാണ്. രാവണന്റെ പോരാട്ടം ഇത്രയും കടുത്തതാണ് എന്ന് ശ്രീരാമദേവൻ നേരിട്ട് ബോധ്യപ്പെടുകയാണ്. രാവണന്റെ ആക്രമണം ഒരു നിലയിലും രാവണനെ പിന്നോക്കം തള്ളാൻ പറ്റുന്നില്ല. രാവണൻ ഇങ്ങനെ ആക്രമിക്കുകയാണ്. കടുത്ത ആക്രമണം. ഒരു സമയം രാവണൻ മായാസ്ത്രം പ്രയോഗിച്ചു. ശ്രീരാമദേവൻ നോക്കുമ്പോൾ യുദ്ധക്കളത്തിൽ മരിച്ചുപോയ കുംഭകർണനും അതികായനും ഒക്കെ എണീറ്റ് നിൽക്കുകയാണ്. അവരെല്ലാം നിന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. മരിച്ചുപോയ രാക്ഷസർ മുഴുവൻ എണീറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കുക. അവരെല്ലാം യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം? മരിച്ചുപോയ തലയർത്ത് കഷ്ണം കഷ്ണമായി മുറിച്ചു മാറ്റിയ കുംഭകർണനടക്കമുള്ള ആളുകൾ പൂർണ്ണ രൂപത്തോടുകൂടി നിൽക്കുന്നു. അതികായം നിൽക്കുന്നു. മേഘനാഥ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഇതൊരു അത്ഭുതമായി തോന്നി. അപ്പോഴാണ് ദേവനിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാതലി പറഞ്ഞു, ഭഗവാൻ ഇത് മായയാണ്, മായാസ്ത്രമാണ്. താമസിച്ചില്ല, അപ്പോൾ തന്നെ ഭഗവാൻ ജ്ഞാനാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ അതങ്ങ് മാഞ്ഞുപോയി. ഈ വിധത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധരീതികളൊക്കെയാണ് രാവണൻ അഴിച്ചുവിട്ടത്. രാവണന്റെ യുദ്ധവീര്യം കണ്ടപ്പോൾ ഒരു സമയം ശ്രീരാമദേവൻ മനസ്സുകൊണ്ട് രാവണനെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിച്ചു. ആ സമയം തന്നെ രാവണൻ ശ്രീരാമദേവനെ ഇങ്ങോട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഇതുപോലൊരു പോരാളിയെ നാം ഇതുവരെ കണ്ടിട്ടില്ല, ഏറ്റുമുട്ടിയിട്ടില്ല. ഇത്തരത്തിലെ സാമർഥ്യമുള്ള ഒരു അത്ഭുത പോരാളിയാണ് നമ്മോടിപ്പോൾ ഏറ്റുമുട്ടുന്നത്. നാം അഭിനന്ദിക്കുന്നു എന്ന് ശ്രീരാമദേവനോട് രാവണൻ പറയുമ്പോൾ തിരിച്ച് ശ്രീരാമദേവനും രാവണനെ അഭിനന്ദിക്കുകയുണ്ടായി. പരസ്പര അഭിനന്ദനങ്ങൾ ചൊല്ലിയതിന് ശേഷം വീണ്ടും യുദ്ധം നടക്കുകയാണ്. രാവണൻ യുദ്ധം നടത്തി രാവണൻ ക്ഷീണിച്ചു. ശ്രീരാമദേവൻ നോക്കുമ്പോൾ ശ്രീരാമദേവന്റെ ഒരു അസ്ത്രപ്രയോഗവും രാവണനെ നശിപ്പിക്കുവാൻ കഴിയുന്നില്ല. ആ നിലയിൽ രാവണൻ ആക്രമിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. രാവണൻ ഇങ്ങനെ മണിക്കൂറുകളായി യുദ്ധം നടക്കുകയാണ്. ദേവന്മാർ ആകാശത്ത് നിന്നുകൊണ്ടും അതുപോലെ വാനരന്മാർ ഭൂമിയിൽ നിന്നുകൊണ്ടും ശ്രീരാമദേവൻ രാവണനെ ആക്രമിക്കുമ്പോൾ രാവണന് പിന്നോക്ക അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവർ ആരവം മുഴക്കും.
തിരിച്ച് രാവണൻ ശ്രീരാമദേവനെ ആക്രമിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും പിഴവുണ്ടാകുമ്പോൾ രാക്ഷസർ ആഘോഷിക്കുന്നു. ഈ വിധത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങൾ നടത്തുന്നത് പോലെ രണ്ട് ഭാഗത്തും ആരവങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ. ശ്രീരാമൻ ആക്രമിക്കുമ്പോൾ ഇപ്പുറത്താരവം, അതുപോലെ രാവണനെ ആക്രമിക്കുമ്പോൾ അപ്പുറത്താരവം. ഈ വിധത്തിൽ പരസ്പര ആരവങ്ങളുമുണ്ട് ഈ യുദ്ധത്തിൽ. മുൻപ് ആ നിലയില്ല, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ യുദ്ധം. ഇതിനിടയിൽ ശ്രീരാമദേവൻ സഹസ്രം അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് രാവണനൊപ്പമുള്ള മുഴുവൻ രാക്ഷസ സൈന്യത്തെയും നശിപ്പിച്ചു. രാവണൻ ഈ സമയം ക്ഷീണിതനായി. രാവണൻ്റെ തേരാളി ആ തേര് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒതുക്കിയിട്ടു. അപ്പോൾ പെട്ടെന്ന് രാവണൻ ക്ഷീണിച്ചത് കണ്ടപ്പോൾ വിഭീഷണൻ ശ്രീരാമദേവനോട് പറഞ്ഞു, ദശാനനെ വധിക്കുവാൻ പറ്റിയ സമയമാണിതെന്ന്. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, യുദ്ധത്തിൽ ഒരു പോരാളി ക്ഷീണിച്ചു നിൽക്കുമ്പോൾ ആ പോരാളിയെ വധിക്കുന്നത് ധർമ്മനീതിയല്ല എന്ന് പറഞ്ഞു. രാവണൻ തൻ്റെ തേരാളി ഈ വിധം ഒരു ഭാഗത്തേക്ക് തേരിന് ഒതുക്കി നിർത്തിയപ്പോൾ പെട്ടെന്ന് ശോഭിച്ചു. നാം യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോടി എന്ന് കരുതില്ലേ, നീ എന്താണ് കാട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു. നീ ശത്രുവിൻ്റെ ഭാഗത്താണോ? ശത്രുവിൻ്റെ ഭാഗത്തുള്ള ആളുകൾ നമ്മുടെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ തേരാളി പറഞ്ഞു, അങ്ങനത്തെ യജമാനാണ്, അങ്ങ് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അങ്ങയ്ക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ അങ്ങയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ക്ഷീണമൊന്ന് മാറട്ടെ എന്ന് കരുതിയാണ് നാം ഇങ്ങനെ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടത്. അങ്ങേ കരുത്താർജിക്കുവാൻ വേണ്ടിയാണ്, ചിന്തിക്കുവാൻ വേണ്ടിയാണ്. വളരെ ശാന്തമായി തേരാളി ഇത് പറഞ്ഞപ്പോൾ രാവണന് സന്തോഷമായി. രാവണൻ കയ്യിൽ കിടന്ന ഒരു വള ഊരി സമ്മാനമായി തേരാളിക്ക് കൊടുത്തു. യുദ്ധം തുടങ്ങുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ രാവണൻ കൊട്ടാരത്തിൽ വെച്ച് തന്നോടൊപ്പമുള്ള മുഴുവൻ ആളുകൾക്കും സമ്മാനങ്ങളും മറ്റു പലതും കൊടുത്തതിന് ശേഷമാണ് യുദ്ധഭൂമിയിലേക്ക് വന്നത്. നാം എന്തെങ്കിലും നൽകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും രാവണൻ ഓരോരോ സാധനങ്ങൾ കൊടുത്തിരുന്നു. ചില ആളുകൾ യാത്ര പോകുമ്പോൾ ഇങ്ങനെ നാണയങ്ങൾ കൊടുക്കാറുള്ളത് പോലെ രാവണൻ യാത്ര ചോദിക്കുന്നത് പോലെ എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇപ്പോൾ തൻ്റെ കയ്യിൽ കിടന്ന വള ഊരി തൻ്റെ തേരാളിക്ക് കൊടുത്തു. യുദ്ധം വീണ്ടും തുടങ്ങി. ശ്രീരാമദേവൻ ഒരസ്ത്രം കൊണ്ട് രാവണൻ്റെ ഒരു തലയർത്തു, 2 കരങ്ങളും. വീണ്ടും തല അതുപോലെ വന്നു, തലയും 2 കരങ്ങളും. ശ്രീരാമദേവൻ വീണ്ടും തലയും കരങ്ങളും അറുത്തു. അത് വീണ്ടും തലയും കരങ്ങളും വീണ്ടും ഉയർന്നു വന്നു. മുറിച്ചിട്ട ഒരു കരമെടുത്ത് രാവണൻ നേരെ മാതലിയെ ഒറ്റയടി. ശ്രീരാമദേവൻ്റെ തേരാളിയെ മാതലി അടിച്ചു. അത് കഴിഞ്ഞ് തോമരം എന്ന് പറയുന്ന ഒരു ആയുധം കൊണ്ട് മാതലി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീരാമദേവൻ
പ്രത്യാക്രമണത്തിൽ അതിനെ 4-5 കഷ്ണങ്ങളാക്കി മാറ്റി നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ നിരവധി പ്രാവശ്യം തലകൾ അറുക്കുകയും തല വീണ്ടും വരികയും ചെയ്യും. രാവണൻ്റെ തല എത്ര പ്രാവശ്യം അറുത്താലും വീണ്ടും കരങ്ങളും വീണ്ടും വീണ്ടും വരും. അപ്പം തലമുറിച്ച് ഇങ്ങനെ നിരവധി പ്രാവശ്യം, 100 കണക്കിന് പ്രാവശ്യം തലമുറിച്ച് മാറ്റി, കരങ്ങൾ മുറിച്ച് മാറ്റി വീണ്ടും വരികയാണ്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു. പരസ്പരം പല വിധത്തിലുള്ള ആയുധപ്രയോഗവും നടത്തിയിട്ടും ശ്രീരാമദേവൻ അയക്കുന്ന അസ്ത്രങ്ങൾ പലതിനെയും രാവണൻ തടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ രാവണൻ്റെ അസ്ത്രങ്ങളെ ശ്രീരാമദേവൻ തടുക്കുന്നുണ്ടായിരുന്നു. ശ്രീരാമദേവൻ്റെ ഈ ആക്രമണം സാധാരണ നിലയിൽ ഈ വിധത്തിലെ ആക്രമണം നടത്തിയാൽ ഇതിനു മുമ്പ് തന്നെ പ്രതിയോഗിയുടെ കഥ കഴിയേണ്ടതാണ്. പക്ഷെ ഇതെങ്ങനെ നീണ്ടുപോകുന്നു. ഈ സമയം ആകാശത്ത് നിന്നും ഒരു ദിവ്യ ജ്യോതിസ് പോലെ ഒരു ഋഷിവര്യൻ വരികയാണ്. വന്ന് ആ തേരിൽ ഇറങ്ങുകയാണ്. സാക്ഷാൽ അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി ശ്രീരാമദേവനോട് പറഞ്ഞു, സാധാരണ നിലയിലുള്ള ഈ യുദ്ധം കൊണ്ട് മാത്രം ദശാനനെ വധിക്കാനാവില്ല. അതുകൊണ്ട് ഭഗവാൻ, നാം ആദിത്യമന്ത്രം ചൊല്ലിത്തരാം. ആദിത്യമന്ത്രം അങ്ങ് ചൊല്ലണം. അതിനുശേഷം ആക്രമണം തുടർന്നാൽ ഫലമുണ്ടാകും എന്ന് പറഞ്ഞ് അഗസ്ത്യമുനി ആദിത്യമന്ത്രം ചൊല്ലിക്കൊടുത്തു. രാവണന് സംശയമായി. ഇത് വിഭീഷണനും ഇന്ദ്രജിത്തും മണ്ഡോദരിയും കുംഭകർണനും ഒക്കെ നമ്മോട് പറഞ്ഞതല്ലേ യഥാർത്ഥ മനുഷ്യനല്ല എന്ന്. യഥാർത്ഥ മനുഷ്യനല്ല ഈ ശ്രീരാമൻ. നമുക്ക് തോന്നുന്നു യഥാർത്ഥ മനുഷ്യൻ ഇങ്ങനെ ഈ വിധം ക്ഷീണിക്കാതെ നമ്മോട് ഈ വിധം പൊരുതാനാവില്ല. രാവണൻ്റെ മനസ്സിൽ ശ്രീരാമനെക്കുറിച്ച് നേരത്തെ തൻ്റെ സഹോദരനും മകനും ഭാര്യയും ഒക്കെ പറഞ്ഞതിനെക്കുറിച്ച് രാവണൻ ഓർത്തു. എങ്കിലും രാവണൻ വീണ്ടും യുദ്ധം തുടങ്ങി. രാവണൻ ഇങ്ങനെ യുദ്ധത്തിന് വിരാമമിടാതെ, രാവണനെ വിശ്രമിക്കാൻ വിടാതെ നിരന്തരമായി ആക്രമിച്ചു. നിരന്തരമായി ഇങ്ങനെ സഹസ്രാസ്ത്രം, ഇങ്ങനെ അസ്ത്രം രാവണൻ്റെ നേർക്ക് എയ്തുകൊണ്ടേയിരുന്നു ശ്രീരാമദേവൻ. രാവണൻ ഇങ്ങനെ പതുക്കെ പതുക്കെ രാവണൻ്റെ മുഖഭാവം മാറി തുടങ്ങി. രാവണൻ ക്ഷീണിതനായി. ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും എല്ലാവർക്കും മനസ്സിലായി രാവണൻ
നിലം പതിക്കുമെന്ന് രാവണൻ ക്ഷീണിതനായി. രാവണൻ ശ്രീരാമദേവനോട് ചോദിച്ചു, അല്ലയോ രാഘവ, ദശരഥനന്ദന, അങ്ങ് യഥാർത്ഥ മനുഷ്യനല്ല എന്ന് നാം തിരിച്ചറിയുന്നു. നമ്മുടെ ഒരു ആഗ്രഹം, അങ്ങ് ആരാണ്? അങ്ങയുടെ വിശ്വരൂപം കാണാൻ നാം ആഗ്രഹിക്കുന്നു. ശ്രീരാമദേവൻ രാവണന് മുന്നിൽ തൻ്റെ വിശ്വരൂപം കാട്ടി. ശംഖചക്ര ഗദാധാരിയായ സാക്ഷാൽ പരമ്പൊരുൾ ശ്രീഹരി മഹാവിഷ്ണു. അത് രാവണന് മാത്രമേ കാണാൻ കഴിയൂ. ഭയങ്കര പ്രകാശത്തിൽ രാവണൻ ഇത് കണ്ട് രാവണൻ പറഞ്ഞു, നമുക്ക് സന്തോഷമായി. രാവണൻ തൊഴു. രാവണനെ അവസാന അസ്ത്രം എയ്ത് ശ്രീരാമദേവൻ വധിച്ചു. മല മറിഞ്ഞു വീഴും പോലെ രാവണൻ മറിഞ്ഞു വീണു. രാവണൻ കൊല്ലപ്പെട്ടു. ശ്രീരാമദേവൻ്റെ അവതാര ലക്ഷ്യം നേടുകയാണ്. രാവണൻ കൊല്ലപ്പെട്ടു. രാവണൻ കൊല്ലപ്പെട്ടു വീണപ്പോൾ ശ്രീരാമദേവൻ നേരെ അടുത്തു ചെന്ന് രാവണൻ്റെ മൃതദേഹത്തിന് മുന്നിൽ ബഹുമാനസൂചകമായി കുറച്ച് സമയം മൗനമായി നിന്നു. രാവണൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിഭീഷണന് വല്ലാത്ത ദുഃഖമുണ്ടായി. സഹോദരനാണല്ലോ. വിഭീഷണൻ രാവണൻ്റെ ശവശരീരം കണ്ടിങ്ങനെ വാവിട്ട് അറിയാതെ കരഞ്ഞുപോയി, നിലവിളിച്ചുപോയി. രാവണന് തിരുത്താമായിരുന്ന തെറ്റുകളൊക്കെ വിഭീഷണൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് പറഞ്ഞുകൊണ്ട് രാവണൻ്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചു. ശ്രീരാമദേവൻ വിഭീഷണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പറഞ്ഞു, രാവണൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ സമ്പൂർണമായ ബഹുമതിയോടുകൂടി രാജോചിതമായി നിർവഹിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സമയം മണ്ഡോദരി നിലവിളിച്ചുകൊണ്ട് കടന്നു വന്നു. മണ്ഡോദരി രാവണൻ്റെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീണു. മണ്ഡോദരി ഓരോന്ന് പ്രിയനാഥ എന്ന് വിളിച്ചു പറഞ്ഞ് രാവണനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഓരോന്നിങ്ങനെ പറയുകയായിരുന്നു. രാവണൻ്റെ സ്നേഹത്തെക്കുറിച്ച്, രാവണൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, രാവണൻ കൈവരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു. മണ്ഡോദരിയുടെ നിലവിളിയും കരച്ചിലും കണ്ടു നിന്നവരിൽ പോലും ഏറെ ദുഃഖമുണ്ടാക്കി. മണ്ഡോദരി കരഞ്ഞ് മണ്ഡോദരിയുടെ കരച്ചിലിൻ്റെ ശബ്ദം നിന്നു. മണ്ഡോദരിയുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചു. രാവണൻ്റെ പുറത്തുകൂടി മണ്ഡോദരി മറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് പോലെ ഒരു ശബ്ദവുമായി അലറി വിളിച്ചുകൊണ്ട് ഒരു വരവ്. രാവണനെ നിലവിളിച്ചുകൊണ്ട്, ദശാനന പേരെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വരവ്. നോക്കുമ്പോൾ ശൂർപ്പണഖയാണ്. ശൂർപ്പണ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് വരികയാണ്. വന്ന് രാവണൻ്റെ പുറത്തേക്ക് മറിഞ്ഞു വീണു. എന്നിട്ട് ശൂർപ്പണഖ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, നാം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മുടെ കാമമോഹമാണ് ഈ വിധത്തിലുള്ള മുഴുവൻ വിനയം വരുത്തി വെച്ചത്. നമുക്കറിയില്ലായിരുന്നു ശ്രീരാമദേവൻ
വിഷ്ണുദേവൻ്റെ അവതാരമാണ് എന്ന് നമുക്കറിയില്ലായിരുന്നു. ലക്ഷ്മണൻ ആരാണ് എന്ന് നമുക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ തൻ്റെ സഹോദരിയെ സ്നേഹിച്ച രീതികളൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നെ എപ്പോൾ കണ്ടാലും, എൻ്റെ അടുത്ത് കണ്ടാൽ എൻ്റെ കവിളിത്തലോടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭ്രാതാവേ, എൻ്റെ പ്രിയ ജ്യേഷ്ഠ ദശാനന എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ശൂർപ്പണഖ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് രാവണൻ്റെ മേൽ മറിഞ്ഞു വീണു. ഈ സമയം വിഭീഷണൻ ശൂർപ്പണഖയെ ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശൂർപ്പണഖ വരുത്തി വെച്ച വിനയാണിതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശൂർപ്പണഖ കരയുന്നത്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, നീ കാരണമല്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കും. ഇത് വിധിയാണ്, സംഭവിച്ചേ മതിയാകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ദശാനൻ്റെ ജീവിതത്തിന് അന്ത്യമായി. നമുക്ക് നമ്മുടെ ജ്യേഷ്ഠന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്തത്. നിനക്കറിയാമോ, ശ്രീരാമദേവൻ ലോകമുള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. അത്രയും കാലം നമ്മുടെ ജ്യേഷ്ഠനും ഓർമ്മിക്കപ്പെടും. ശ്രീരാമദേവൻ്റെ സഹായകമേറ്റാണ്, ബാണമേറ്റാണ് നമ്മുടെ ജ്യേഷ്ഠൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മോക്ഷപ്രാപ്തി നേടിയിരിക്കുകയാണ്, മോക്ഷം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ജ്യേഷ്ഠന്. വാസ്തവത്തിൽ ഭഗവത് ദർശനത്തോടുകൂടി തന്നെ മറ്റാർക്കും ലഭിക്കാത്ത മോക്ഷപ്രാപ്തിയാണ് രാവണൻ ലഭിച്ചത്. ആ അവസരം വിഭീഷണൻ മറ്റ് നടപടികളിലേക്ക് കടക്കുവാനായി തൻ്റെ സൈനികരെയും മറ്റുള്ള ആളുകളെയും ചുമതലപ്പെടുത്തി. രാവണൻ്റെ ദേഹത്തു നിന്നും പിടിച്ച് എഴുന്നേൽപ്പിച്ച ശൂർപ്പണഖ നേരെ ശ്രീരാമദേവനും ലക്ഷ്മണനും നടന്നു പോകുന്ന വഴിയെ നോക്കി. ഒരു പ്രകാശം ഇങ്ങനെ പോകുന്നത് പോലെ ശൂർപ്പണഖയ്ക്ക് തോന്നി. അവിടെ നോക്കി സാഷ്ടാംഗം നമസ്കരിച്ചു. ആ നിലയിൽ രാവണന് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനായി വിഭീഷണൻ കൊട്ടാരത്തിലേക്ക് പോയി. ലക്ഷ്മണനോട് ശ്രീരാമദേവൻ കൽപ്പിച്ചു, കൊട്ടാരത്തിലേക്ക് പോയി നീയും സുഗ്രീവനും ഹനുമാനും അംഗദനും ഒക്കെ ഒന്നിച്ചു പോയി വിഭീഷണനെ യഥാവിധി രാജാവായി അഭിഷേകം ചെയ്യിപ്പിച്ച് അധികാരം ഏറ്റെടുപ്പിക്കുക. നാം വനവാസത്തിലായതുകൊണ്ട് പട്ടണത്തിലോ കൊട്ടാരത്തിലോ പ്രവേശിക്കില്ല. മുമ്പ് കുഷ്കിന്തയിൽ നടന്നതുപോലെ തന്നെയാണ്. അങ്ങനെ വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്യിക്കുവാനായി ലക്ഷ്മണൻ്റെ നേതൃത്വത്തിൽ സുഗ്രീവനും ഹനുമാനും അംഗദനും എല്ലാം ലങ്കയിലെ കൊട്ടാരത്തിലേക്ക് പോയി. ജയരാമ രാമ, ജയരാമ രാമ, ജയരാമ രാമ.